എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീടെന്നുള്ളത്. അപ്പോൾ വീട് വെക്കാൻ പറ്റിയ സമയം ഏത് എന്നുള്ള ചോദ്യമുണ്ട്. ഏത് പ്രായത്തിൽ വീട് വെക്കണം, ഏത് സമയത്ത് വീട് വെക്കണം, എങ്ങനെ വീട് വെക്കണം, പണം എങ്ങനെ കണ്ടെത്തണം. ഹോം ലോൺ എടുത്താണ് കൂടുതൽ ആളുകളും വീട്ടിലേക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഹോം ലോണിന് പിന്നിൽ വലിയൊരു ചതിക്കുഴി ഇല്ല എന്നുള്ളൊരു ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. അത് യാഥാർത്ഥ്യം കൂടിയല്ലേ? അല്ല, ഹോം ലോണ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ ഹോം ലോണാണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഒരു ആൾക്കാരെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനം. കാരണം ഹോം ലോൺ വരുമ്പോൾ തന്നെ ആ ബിസിനസ് ഉണ്ടാക്കണം. ഹോം ലോൺ എന്ന് പറഞ്ഞാൽ ഒന്ന്, ആളുകൾ ഒരു ജോലിയിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള പ്രൊഡക്റ്റീവ് ആവാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഒരുത്തനെ കൊണ്ട് ഹോം ലോൺ എടുക്കുന്നത്. 20 വർഷത്തേക്ക് അവൻ്റെ കരിയർ ലോക്കായി, ഇനി വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ ശരി, EMI അടയ്ക്കാനുള്ള പൈസ ഉണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് എംപ്ലോയീസ് ഒരു സിറ്റിസനെ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് ഏറ്റവും നല്ലത് ഹോം ലോൺ. ഇനി അടുത്ത കാര്യം, ഒരു ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്യുന്നത്. സിമെന്റ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യും, പെയിന്റ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യും, എല്ലാ ടൈൽസ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യും. ഇതെല്ലാം എത്ര പ്രൊഡക്റ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. എത്ര ആൾക്കാർക്ക് ജോലിയാണ് കിട്ടുന്നത്. പണിക്കാർക്ക് ജോലിയായി, കോൺട്രാക്ടർക്ക് ജോലിയായി. എൻ്റെ എക്കോസിസ്റ്റം നോക്കില്ല. അപ്പോൾ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹോം ലോൺ എന്ന് വെച്ചാൽ കളിക്കണ കളി വേറെ ഒന്നുമില്ല. ഇതിനേക്കാൾ പറയും, ഇനി ലോണാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിനുള്ള ഏറ്റവും വലിയ ഇൻകമാണ് നമ്മൾ കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു 50 ലക്ഷം ലോൺ എടുത്തിട്ട് 20 വർഷത്തേക്കാണ് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ 50 ലക്ഷം അടച്ചു തീരുമ്പോഴേക്ക് 1 കോടിയായി. എന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ നമ്മൾ ആ ബാങ്കിൽ നമ്മൾ പൈസ കൊടുത്തു ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പോൾ പലപ്പോഴും ഈ ഇതിന്റെ പേരിൽ തന്നെ ഇനി എത്ര രൂപ മാറിയെന്നുണ്ടില്ലേ ഈ പറഞ്ഞ സാധനം. പിന്നെ ഒരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ഒറ്റയടിക്ക് വാങ്ങണമെങ്കിൽ 10% സ്റ്റാമ്പ് ഡ്യൂട്ടി. അപ്പോൾ ഗവൺമെന്റിന് പൈസ കിട്ടി ഈ പറഞ്ഞ സാധനം. അതിന് GST വന്ന് ഗവൺമെന്റിന് പൈസ കിട്ടി. അപ്പോൾ എത്ര ബെനിഫിഷ്യറിയാ നോക്ക് ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ വന്നില്ല. അപ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ കൊണ്ട് ഈ ഒരു ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് വെച്ചുള്ളൂ, ഓരോ സ്ഥാപനങ്ങൾക്ക് വെച്ചുള്ളൂ. അപ്പോൾ ഇതൊരു സൊസൈറ്റി ഇങ്ങനെ ആയി. ഈ പറഞ്ഞതിൽ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് എത്ര മാത്രം എൻ്റെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് എനിക്ക് ബെനിഫിറ്റ് ഉള്ള നോക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് ഒരു 1-2 നിയമങ്ങൾ പറയാം. ഒന്ന്, എനിക്ക് 20% എൻ്റെ അടുത്ത് ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുള്ള ശേഷി എൻ്റെ അടുത്തുണ്ടോ. കുറി വിളിച്ചിട്ടോ ഗോൾഡ് ലോൺ വെച്ചിട്ടല്ല, അല്ലാതെ ഫ്രീ ആയിട്ട് എത്രയാണോ ഞാൻ എടുക്കാൻ പോകുന്നത് 20% എൻ്റെ അടുത്ത് കൊടുക്കാനുള്ള കഴിവുണ്ട്. ഇനി 80% ഞാൻ ലോൺ എടുക്കണമെങ്കിൽ ആ ലോണിന്റെ EMI 10 വർഷത്തേക്കാണ് എടുക്കണമെങ്കിൽ 10 വർഷത്തേക്ക് എടുക്കണമെങ്കിൽ എൻ്റെ ശമ്പളത്തിന്റെ 25% വരാൻ പാടുള്ളൂ. ഈ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ എത്ര പേർക്ക് ലോൺ എടുക്കാൻ പറ്റും നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഇനി പലരും പറയും അങ്ങനെയാണെങ്കിൽ 30 വർഷത്തേക്ക് ലോൺ എടുക്കാൻ നോക്കും. 30 വർഷത്തേക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണം നോക്കും. ഇനി 20 വർഷമൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ആക്സെപ്റ്റബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതാണ് വ്യത്യാസം. 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്യാപിറ്റലിന്റെ 25% ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. പക്ഷെ 20 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ അത് 100% നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. സോ ഡു യു വാണ്ട് ടു ബി ദാറ്റ് കൈൻഡ് ഓഫ് എ കോൺട്രിബ്യൂട്ടർ ടു ദ ബാങ്ക് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ ഇനി അതോടൊപ്പം തന്നെ ഇനി ലോൺ എടുത്താൽ തന്നെ വീട്ടാനൊക്കെ വഴികളുണ്ട് ഇഷ്ടമായി. ഒന്ന്, വൃത്തിയായിട്ട് പണിയെടുക്കുക, ഇൻകം കൂട്ടി കഴിഞ്ഞിട്ട് ലോണിൽ അടയ്ക്കണ കോൺട്രിബ്യൂഷൻ കൂട്ടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോം ലോൺ എടുത്ത് നമ്മൾ നോക്കണേ 20 വർഷത്തേക്കാണെങ്കിൽ ഫസ്റ്റ് 1-2 വർഷമൊക്കെ 5% ക്യാപിറ്റലിലേക്ക് പോകണുള്ളൂ, പ്രിൻസിപ്പളിലേക്ക് പോകണുള്ളൂ. അതിന് പകരം എപ്പോഴാണ് നമുക്ക് അഡീഷണൽ പൈസ വരുന്നത് അപ്പോൾ പ്രിൻസിപ്പളിലേക്ക് കൂട്ടി അടയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 20 വർഷത്തെ ലോണൊക്കെ 10 വർഷത്തിൽ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംഫർട്ടായിട്ട്. കൂട്ടത്തിൽ തന്നെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഹോം ലോൺ എടുത്ത് ആകെ പെട്ടിരിക്കുകയാണ്, കിട്ടുന്ന ശമ്പളം മുഴുവൻ വീടിനേക്ക് അടയ്ക്കാനും വീട്ടു ചെലവും കഴിഞ്ഞിട്ട് പിന്നെ കയ്യിലൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എമർജൻസി ഫണ്ടിനെ കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എമർജൻസി ഫണ്ടിന്റെ പ്രാധാന്യം എന്താണ് ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ? അല്ല, ഞാനിപ്പോൾ ഈ ലോൺ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇതാണ് കുഴപ്പം. ഹാഫ് ഇൻഫോർമേഷൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് എമർജൻസി ഫണ്ട് വേണം. പിന്നെ ഇവൻ കടത്തിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹോസ്പിറ്റൽ ബില്ല് വന്നു കഴിഞ്ഞാൽ കടം വരുന്നുള്ളൂ. ആ ടൈമിൽ ഞാൻ ഹാഫ് ഇൻഫോർമേഷൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാവണമായിരുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് വേണമായിരുന്നു. അപ്പോൾ ഈ 2 സാധനങ്ങൾ നമ്മൾ ഇപ്പൊ ഇതാണ് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് പറയുന്നില്ല. അത് എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പോരായ്മയും കൂടിയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ ഡെഫിനറ്റ്ലി എമർജൻസി ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ജോലി പോയി, അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു, 6 മാസത്തേക്ക് നമ്മുടെ മാസത്തെ ചെലവിന്റെ ഒരു പൈസ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും 6 മാസം ഈ കടമൊന്നും എടുക്കണ്ട. ഇനി അടുത്ത ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോം ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ എമർജൻസി ഫണ്ടിന്റെ വലിപ്പം കൂടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ മാസത്തെ ചെലവിൽ EMI കൂടി കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജീവിക്കാനുള്ള പൈസ മാത്രം പോരാ, EMI കൂടിയും അതിൽ പെട്ടിരിക്കണം.
അപ്പോൾ കാരണം വെച്ചാൽ ജോലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോൺ 50,000 രൂപയാണ്, മാസച്ചെലവ് 50,000 രൂപയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ആകെ എന്താ പറയുക 50,000 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 6 മാസത്തേക്കുള്ള 6 ലക്ഷം കയ്യിലുണ്ട്. അപ്പോൾ EMI കൂട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ EMI കൂടെ തരുമ്പോൾ 3 മാസത്തിനുള്ളിൽ എൻ്റെ എമർജൻസി ഫണ്ട് തീരും. അപ്പോൾ പിന്നെ ടെൻഷനാവും. അപ്പോൾ നമ്മൾ ഇവൻ 25% EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ലോൺ മാത്രമല്ല, എൻ്റെ EMI 25% വരാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കണക്കാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണും മാനേജ് ചെയ്യാൻ പറ്റും. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു സപ്പോർട്ടാണ്, ഒരു കുഷനാണ്. കാരണം പെട്ടെന്ന് അടുത്ത ലോണിലേക്ക് പോകാണ്ടിരിക്കാൻ പറ്റും. അതേമാതിരി നമുക്ക് പെട്ടെന്ന് ജോലി ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ജോലി ഇപ്പം ഇനി എമർജൻസി ഫണ്ട് എത്ര വേണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ പറയും 3 മാസം 6 മാസം മതി എന്നുള്ളത്. അതല്ല ശരിക്കുള്ള ആൻസർ. ശരിക്കുള്ള ആൻസർ വെച്ചാൽ നിങ്ങളുടെ ജോലി പോയി കഴിഞ്ഞാൽ അടുത്ത ജോലി കിട്ടാൻ എത്ര ടൈം എടുക്കും? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.